Good afternoon. Good afternoon. Good afternoon. ഓണമൊന്നും കഴിഞ്ഞില്ലേ? ആരെയും കാണാനില്ലല്ലോ. Okay, we can start. ആരെങ്കിലും പ്രയറിന് റെഡി ആണോ? ഞാൻ പറയാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാരുരാത്തിൽ പന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തിയും. ഓക്കെ. Yes, please. Yes. Good afternoon. I am happy to join the class. First, I welcome our respected Jisha ma'am, and I welcome to my classmates. Our class is starting to hear. I welcome to invite to conducting the class. Please welcome Jisha ma'am. Thought of the day. All of us do not have equal talent, but all of us have an equal opportunity to develop our talents. These words are by APJ Abdul Kalam. നമുക്കെല്ലാവർക്കും ഒരുപോലെ കഴിവില്ല, പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. താങ്ക് യു മാം. ഓക്കെ ഫൈൻ. സോ നിങ്ങളുടെ ഓണം നല്ല രീതിയിൽ തന്നെ പോയി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓണം സെലിബ്രേഷൻ ഈ പ്ലാറ്റ്ഫോമിൽ? ഉണ്ടായിരുന്നു. അതെ. എത്ര പേരുണ്ടായിരുന്നു? 17 പേരുണ്ടായിരുന്നു. വെരി ഗുഡ്. സെലിബ്രേഷൻ വെച്ചാലേ ക്ലാസ്സിൽ ആളുണ്ടാവുള്ളൂ, അങ്ങനെയാണോ? ഓണമല്ലായിരുന്നു. ഒരുവിധം വർക്കേഴ്സിനൊക്കെ അവധി ഉണ്ടായിരുന്നു. ഓ ശരി ശരി. ജോലിക്ക് പോകുന്നുണ്ട്. ശരിക്കും ടോട്ടൽ എത്ര പേരുണ്ട് ക്ലാസ്സില്? ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുമല്ലോ, എത്ര ജോയിനീസ് ഉണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത്? നമ്മള് നിങ്ങൾ പേഴ്സണൽ ഗ്രൂപ്പില് നിങ്ങൾ അപ്ഡേഷൻ കൊടുക്കാറില്ലേ ഓരോ ദിവസത്തെ ക്ലാസ്സിലെ കാര്യങ്ങള്? കാരണം കയറാൻ പറ്റാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ്. ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ചിലർക്ക് ചിലപ്പോ റെക്കോർഡ് ക്ലാസ് കാണാനുള്ള സമയം കൂടി ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ കിട്ടുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഇത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും ഹെൽപ്പായിരിക്കും. ഓക്കെ ഫൈൻ. നമ്മൾ എവിടെ വരെയായി? കുറെ ദിവസം അവധിയൊക്കെ കഴിഞ്ഞു വന്നപ്പം ഒക്കെ പറന്നുപോയി. എനിവേ ലെറ്റ് മി ചെക്ക്. ലാസ്റ്റ് ക്ലാസ്സില് ആക്ടിവിറ്റീസ് അസൈൻമെന്റ്സിനെ കുറിച്ചാണോ പറഞ്ഞേ? അതെ മാം, ഇനി പുതിയ ചാപ്റ്റർ എടുക്കണമെന്ന്. ലാസ്റ്റ് സൈക്കോളജി ആയിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു. സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണോ ഇനി എടുക്കണ്ടേ? സൈക്കോളജി കഴിഞ്ഞ് നെക്സ്റ്റ് യൂണിറ്റ് പാർട്ട് 2 യൂണിറ്റ് 6 സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു. എഡ്യൂക്കേഷണൽ സൈക്കോളജി അതാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. അതിന്റെ നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി.
അതാ പറയുന്നത്. ഓക്കെ ഫൈൻ. നിങ്ങളുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആക്കിയല്ലോ ടീച്ചേഴ്സ്? എല്ലാവരുടെയും പോർഷൻസ് കഴിഞ്ഞില്ലേ? പാർട്ട് 1. കഴിഞ്ഞു. പാർട്ട് 2 ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ സൈക്കോളജി എടുക്കുന്നു. ബാക്കി ചാപ്റ്റേഴ്സോ 1 തുടങ്ങി ഉള്ളതില് ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി വരെ ഉള്ളതിലെ എല്ലാം കഴിഞ്ഞു. 1 to 5 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തോ? ഡെവലപ്മെന്റ് പാർട്ട് 2 എല്ലാം കംപ്ലീറ്റ് ആയി. അല്ല, 1 തുടങ്ങി 5 വരെയുള്ള യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയി. ഡെവലപ്മെന്റ് വരെയല്ലേ? അതെ, അതൊരു സബ്ജക്റ്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ആണ്. യൂണിറ്റ് 1 തുടങ്ങി 5 വരെ. യൂണിറ്റ് 6 തുടങ്ങി 10 വരെയുള്ളത് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ്. ഈ പാർട്ട് 2 കംപ്ലീറ്റ് ആയി, പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടേം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഇതറിയാലോ? ഈ 2 പാർട്ടിലെയും കൂടെ ആയിട്ട് ഒരു ടേം എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 മാർക്സ് ആണ്. 1 അവർ. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വെച്ചിട്ട്. അപ്പൊ 1 അവർ കൊണ്ട് നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് റിലേറ്റഡ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ MCQ. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. പക്ഷെ ടേം എക്സാമിനേഷൻ അതിന് അസൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റില് ആ ടൈമില് ലൈവായി തന്നെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിനുള്ള അതായത് എക്സാമിനുള്ള ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ എക്സാം ഹാളിന്റെ ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക്. എക്സാം ഹാൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ആണ്. നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ലിങ്ക് ആയിരിക്കില്ല. പരീക്ഷയ്ക്ക് വേറൊരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ആയിരിക്കും. അപ്പം കുട്ടികൾ കൂടുതലാണെങ്കിൽ 2 ക്ലാസ് റൂം, ഹോൾ 1 ഹോൾ 2 എന്ന് 2 ക്ലാസ് റൂം അസൈൻ ചെയ്തിട്ട് ആ 2 ലിങ്ക് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു റോൾ നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നേരത്തെ തരും, ഇൻ അഡ്വാൻസ് തരും. ഈ നമ്പർ തുടങ്ങി ഈ നമ്പർ വരെയുള്ളവര് ഹോൾ 1 ആണെങ്കിൽ അല്ലെങ്കിൽ ഹോൾ എ എന്നാണെങ്കിൽ എന്താണോ ഒരു പേര് ചെയ്യുന്നത് നെയിം ചെയ്യുന്നത് അതിനനുസരിച്ച് they have to join in that hall A, whatever it be. Others have to join in hall B. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം ആയിരിക്കും. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ക്ലാസ് റൂം, അതായത് ഗൂഗിൾ മീറ്റ് ലിങ്ക്. പലർക്കും ഒരു സംശയം വരാം, 2 ഡിവൈസ് വേണോ? 2 ഡിവൈസ് വേണമെന്നില്ല. ഇനി അഥവാ 2 ഡിവൈസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് ഇപ്പൊ ലാപ്ടോപ്പും ഉണ്ട്, മൊബൈലും ഉണ്ടെന്ന് വിചാരിക്കാം. ലാപ്ടോപ്പിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്ത് നമ്മളുടെ വീഡിയോ ഓൺ ചെയ്ത് ഓഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുക. ഗൂഗിൾ മീറ്റിൽ നിങ്ങളുടെ ക്ലാസ് റൂം, ഒഫീഷ്യൽ ക്ലാസ് റൂം ഉണ്ടല്ലോ, സീത മാം മെസ്സേജ് ഒക്കെ അയക്കുന്ന ആ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് എക്സാമിനുള്ള ആ ഒരു ലിങ്ക് തരും. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യും. ഇപ്പൊ ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ ആവുമ്പോൾ ചിലർക്ക് ചില നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഹാങ് ആവാനും വീഡിയോ കട്ടാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. നോ പ്രോബ്ലം, അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ടേം എക്സാമിനേഷൻ ആണ്. ഇറ്റ്സ് എ പ്രാക്ടീസ്. മെയിൻ എക്സാമിനേഷന് നിങ്ങൾക്ക് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഒക്കെ ഒരു മോഡൽ, അതാണ് ടേം എക്സാം നടത്തുന്നത്. ബട്ട് എല്ലാവരും നിർബന്ധമായിട്ടും അത് അറ്റൻഡ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ മെയിൻ എക്സാം വരുമ്പോൾ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. അപ്പോ അത് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി പ്രാക്ടീസ് ചെയ്യാം. ഒരു പ്രാവശ്യം ചെയ്ത് സബ്മിറ്റ് ചെയ്തു പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നില്ല. എത്ര തവണ വേണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ എക്സാമിനേഷൻ, നമ്മുടെ മെയിൻ എക്സാമിനേഷനും ടേം എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതിന്റെ അസൈൻഡ് ഡേറ്റില് അസൈൻഡ് ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. ആ ഒരു 1 അവർ തരുന്നു, 1 അവറിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കോർ വരില്ല. ശ്രദ്ധിക്കണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും ക്ലാസ്സിൽ. സാറുമാരോ ടീച്ചർമാരോ ആരെങ്കിലും ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവര് സബ്മിറ്റ് ആയിന്ന് കൺഫേം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ലീവ് ആവാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ സബ്മിറ്റ് ആവാതെ പോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും സബ്മിറ്റ് ആയിന്ന്. അപ്പൊ സബ്മിറ്റ് ആയി എന്ന് പറയുമ്പോൾ അവര് കൺഫേം ചെയ്യും. അപ്പോൾ സബ്മിറ്റ് ആയി എന്ന് പറയുമ്പോൾ വേണം ലീവ് ചെയ്യാൻ. 2 ടേം എക്സാമിനേഷൻസ് വരും. 1 and 2 കഴിയുമ്പോൾ ഒരെണ്ണം, 3 and 4 കഴിയുമ്പോൾ രണ്ടാമത്. ക്ലിയർ ആയില്ലേ?
പിന്നെ അസൈൻമെന്റ്സും ആക്ടിവിറ്റീസും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അസൈൻമെന്റ്സ് നമുക്ക് ഇടയ്ക്ക് ഓണത്തിന് മുമ്പ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നിരുന്നു. അതുകൊണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴാണ്, ഒരു 3 വീക്സ് എന്തായാലും പിടിക്കും. ക്വസ്റ്റ്യൻ പ്ലാറ്റ്ഫോമിൽ വന്ന് 3 ആഴ്ചയ്ക്കുള്ളിലെ സ്കോർ വരുള്ളൂ. ചിലരുടെ പെട്ടെന്ന് കിട്ടുമായിരിക്കും, അത് ആദ്യം നോക്കുന്നതിനനുസരിച്ച് അങ്ങനെ ആയിരിക്കാം. ചിലരുടെ ചിലപ്പോൾ 3 വീക്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഉള്ള അസൈൻമെന്റിന്റെ വാല്യൂ ചെയ്യുന്നത് ഈ മന്ത് എൻഡിലായിരിക്കും. സെപ്റ്റംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേ എല്ലാം വാല്യൂ ചെയ്ത് കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി വേറെ ഡൗട്ട്സ് ഒന്നുമില്ല. ആക്ടിവിറ്റീസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതില്ല. ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ കയറുന്ന സമയത്ത് കാണിച്ചു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. എന്തൊക്കെ തന്നെ ആയാലും ശരി, കാണിച്ചു തന്നാലും ഇല്ലെങ്കിലും ഫൈനൽ ടൈമില് നിങ്ങൾക്കൊരു വൈവ ഉണ്ടാകും. അത് ലൈവാണ്, 1 to 1 ആണ്. അത് ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും. ഓൺലൈൻ ആയിട്ടുള്ള വൈവയാണ്. ഈ ഓൺലൈൻ വൈവ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും. ആ 10 മിനിറ്റ്സിൽ നിങ്ങൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും പ്രസന്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുമായിട്ട് കണക്ട് ചെയ്ത്? അതുകൊണ്ട് ആക്ടിവിറ്റീസ് വാല്യൂ ചെയ്യില്ല എന്നല്ല, വൈവയുടെ ടൈമില് അതെല്ലാം വാല്യൂ ചെയ്യും. ഓക്കെ, പിന്നെ പ്രാക്ടിക്കൽ സെഷൻ നമ്മളിപ്പോ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, കോർ പാർട്ടാണ്. അതിലെ മോണ്ടിസോറിയുടെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ തിയറി, മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, പിന്നെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, മോണ്ടിസോറി ടേംസ്, ഈ 4 യൂണിറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അതായത് യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 7, യൂണിറ്റ് 10, ഈ 4 യൂണിറ്റ്സ് ഞാനാണ് എടുക്കുന്നത്. ഈ 4 യൂണിറ്റ്സും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ടൈം എടുക്കും. ഈ യൂണിറ്റ്സ് എടുക്കുന്ന സമയത്താണ് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. അതിന്റെ കറക്റ്റ് തിയറിയും ആപ്ലിക്കേഷനും ഒരു മോണ്ടിസോറി സ്കൂൾ എങ്ങനെയാണെന്നും, ആ മോണ്ടിസോറി സ്കൂളിലെ ടീച്ചർ എന്ന് പറയില്ല, ഫെസിലിറ്റേറ്റർ എന്ന് പറയുള്ളൂ, ആ ഫെസിലിറ്റേറ്റർ എങ്ങനെയായിരിക്കണം കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ആ ഒരു തിയറി പാർട്ട് എടുക്കുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ മെത്തേഡ് അറിഞ്ഞിട്ടാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. നമ്മളൊരു ഹാഫ് വേ ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയി കഴിയും ആ ഒരു സമയമാകുമ്പോൾ. അപ്പൊ നമുക്ക് ആ ഒരു മൈൻഡോട് കൂടി നമുക്ക് പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കിട്ടും. അപ്പൊ ആ സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ മെത്തേഡ് മനസ്സിലായി കഴിയുമ്പോൾ അത് അപ്ലൈ ചെയ്ത് നോക്കാം, റിസൾട്ട് കാണുകയും ചെയ്യാം, കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം. അതുവരെ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് നിന്നും മാറി മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ്, ഫീഡ്ബാക്ക് മനസ്സിലാവും. കുട്ടികളിൽ നിന്ന് മാത്രമല്ല, പാരന്റ്സിന്റെ അടുത്തുനിന്ന് കേട്ടോ. കാരണം ഇത് പറയാൻ കാരണം, ഇതിപ്പോ ഒരു സ്കൂളിൽ തന്നെ ആവണമെന്നില്ല, ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവില്ലേ നമ്മുടെ കൂട്ടത്തില്. ട്യൂഷൻ എടുക്കുന്നതിലും അവർ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു ഫീഡ്ബാക്ക്, ഒന്നും ചോദിക്കേണ്ടതെന്നില്ല, ഇങ്ങോട്ട് തന്നെ പറയാം കേട്ടോ. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് എന്നെ കുറച്ചുകൂടി ഇഷ്ടമായി. ഞാൻ കൊടുക്കുന്ന വർക്കുകൾ ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയി ട്യൂഷൻ ക്ലാസ്സുകൾ. മറ്റേത് ട്യൂഷൻ ക്ലാസ് എങ്ങനെയാ, ശരിക്കും ഇരുത്തി പഠിപ്പിച്ച് ട്യൂഷൻ ഫീ വാങ്ങുന്നു, കുട്ടിയെ അതിനനുസരിച്ച് പഠിപ്പിച്ച് പാകപ്പെടുത്തി പരീക്ഷ എഴുതിക്കുന്നു. അതാണ് ട്യൂഷൻസിൽ പൊതുവെ നടക്കുന്നത്. അല്ലാത്ത രീതിയിൽ ട്യൂഷൻ എടുക്കുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലൊരു മെജോറിറ്റി ഓഫ് ആൾക്കാരെ ട്യൂഷൻ, അതായത് പാരന്റ്സ് കൊണ്ടേൽപ്പിക്കുന്നത് അങ്ങനെയാണ്. ആളെ പരീക്ഷയ്ക്ക് നല്ലപോലെ എഴുതി മാർക്ക് വാങ്ങിപ്പിക്കുക, ആ ഒരു ഉദ്ദേശം കൊണ്ടാണല്ലോ ട്യൂഷന് ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്കത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ട്യൂഷന്റെ മെത്തേഡ് ടീച്ചേഴ്സ് മാറ്റിയപ്പോ പാരന്റ്സിന് ഭയങ്കര സന്തോഷമായി. കാരണം കുട്ടികൾ പാരന്റ്സ് പറയുന്നത് അനുസരിക്കുന്നു, വീട്ടിൽ വന്നിരുന്നവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, ട്യൂഷൻ ക്ലാസ്സിൽ പോവാൻ അവർ ഇഷ്ടപ്പെടുന്നു, ട്യൂഷൻ എടുക്കുന്ന ടീച്ചറെ അവർ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. അതൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്. അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് പാർട്ട് 3 ആ ഒരു കോർ ടോപ്പിക്സ് മോണ്ടിസോറി മെത്തേഡ്, ആ 3rd യൂണിറ്റ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകാം. പക്ഷെ ഈ ഒരു 4 യൂണിറ്റ്സും എടുക്കാൻ വളരെയധികം ടൈം വേണം. പാർട്ട് 3 എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് മോഡ്യൂൾ 3 ആരെങ്കിലും എടുത്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല കണ്ടന്റ്സ്. അതിന് നമുക്ക് തിയറി എക്സാം ഇല്ല.
അത് കംപ്ലീറ്റ് പ്രാക്ടിക്കൽ സെഷനാണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി സ്കൂളിലെ എൻവിയോൺമെന്റ് എങ്ങനെയാണ്, ഓരോ ഏരിയയും എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, ഓരോ ഏരിയയിൽ നിന്നും കുട്ടികൾക്ക് എന്തെല്ലാം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു, അങ്ങനെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്കൽ, അങ്ങനെ ഓരോ ഏരിയയുടെ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓരോ ആക്ടിവിറ്റി ചെയ്താണ് കുട്ടി ഓരോന്നും പഠിക്കുന്നത്. അപ്പോൾ മോഡ്യൂൾ 3 അതാണ്. ആ മോഡ്യൂൾ 3 5 പാർട്ട് ഉണ്ട്. അത് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ 5 ഏരിയയാണ്. ഇത് തിയറി എക്സാം ഇല്ലാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. ടീച്ചേഴ്സ് അതിന്റെ ഡെമോ ക്ലാസ് പാർട്ട് 3 എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഏതാ മെത്തേഡ് ആയിരിക്കുന്ന സമയം, ഞാനിവിടെ മെത്തേഡും അതിന്റെ തിയറിയും ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങളുടെ മറ്റു ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് ഡെമോ ക്ലാസ് എടുത്തു തരും. അത് ആ മെറ്റീരിയൽസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഡെമോ ക്ലാസ് എടുത്തു തരും. മോഡ്യൂൾ 3യുടെ ഒരു 1.5 hours വരുന്നൊരു ബ്രീഫിംഗ് സെഷനും ഞാൻ തരും. പിന്നെ നമുക്ക് നേരിട്ട് വന്ന് ആഫ്റ്റർ ദ ഡെമോ ക്ലാസ്, ഓൺലൈനിലൂടെയുള്ള ഡെമോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഓഫീസിൽ നേരിട്ട് വരാം. ഈ ക്ലാസ് നേരിട്ട് അറ്റൻഡ് ചെയ്യാം. അതായത് ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് തന്നെ എടുത്തു വെച്ച് ചെയ്യാവുന്നതാണ്. വരാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും വരിക. വരാൻ പല ബുദ്ധിമുട്ടുകളുള്ളവര് വരുന്നവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതിന്റെ വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർക്ക് കുറെ കൂടെ ഡെമോ ക്ലാസ്സും ഈ നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും വരുമ്പോഴേക്കും അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. നമ്മൾ എത്ര നമുക്കറിയാന്ന് പറഞ്ഞാലും ഈ മെറ്റീരിയൽസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും എറേഴ്സ് വരും. നമ്മളത് പ്രാക്ടീസ് ചെയ്യാണ് വരുന്നത്. അതുകൊണ്ട് വരുന്ന കുട്ടികളോടൊക്കെ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം, നോക്കി നിൽക്കരുത്. ഒരാള് ചെയ്യുന്നത് നോക്കി മറ്റൊരാൾ ചെയ്യരുത്. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഫേസ് ചെയ്തൊരു പ്രോബ്ലം അതായിരുന്നു. നമുക്ക് ലാബ് ഉണ്ടാവും, ഇലക്ട്രോണിക്സ് ലാബ്, ഇലക്ട്രിക്കൽ ലാബ്, കമ്പ്യൂട്ടർ ലാബ് ഒക്കെ ഉണ്ടാവും. കമ്പ്യൂട്ടർ ലാബ് ആകുമ്പോൾ പ്രോബ്ലം ഇല്ല, ഒരു സിസ്റ്റം ഒരാൾക്ക് കിട്ടും. പക്ഷെ മറ്റുള്ള ലാബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവും. 4 പേരുടെ 5 പേരുടെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടാവും. കാരണം എക്യുപ്മെന്റ്സ് അത്രയേ ഉള്ളൂ, അതും സ്പേസും അത്രയേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയണ പോലെ ചിലര് അതങ്ങ് ഏറ്റെടുത്ത് ചെയ്യും. നമ്മൾ വെറും കാഴ്ചക്കാരെ പോലെ നിൽക്കും. പക്ഷെ എക്സാം വരുമ്പോൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് വരുന്ന എല്ലാവരും അതിനുള്ള സമയം നമുക്ക് കിട്ടും. ഒരു 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 2:30-3 മണിയൊക്കെ ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷെഡ്യൂൾ ചെയ്യുക. ഒരു സാറ്റർഡേ ആയിരിക്കും, ഡെഫിനറ്റ്ലി അതൊരു സാറ്റർഡേ ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ അതിനുള്ള ഇൻഫർമേഷൻ തരും, ഏത് സാറ്റർഡേ ആയിരിക്കും എന്നുള്ളത്. അതിനനുസരിച്ച് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്ന് പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വരിക. ഒരിക്കലും ആ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. കാരണം മോണ്ടിസോറി മെത്തേഡില് പ്രാക്ടിക്കലാണ് ഇമ്പോർട്ടന്റ്, തിയറി അല്ല. പ്രാക്ടിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം കുഞ്ഞു മക്കളെ ആലോചിച്ച് നോക്കി, അവർക്ക് കുറേ ലെക്ചർ ക്ലാസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവർക്ക് കളിക്കണം, എന്തെങ്കിലും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ കൈ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല. അപ്പൊ അതാണ് മോണ്ടിസോറി മെത്തേഡിലെ മെയിൻ കാര്യം. ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ടൈംലി എല്ലാം പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഇന്ന് ആ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ടേം എക്സാം ഉണ്ട് 2 എണ്ണം. പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ടും ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ട് ഗ്രൗണ്ട് ലെവലില് നമ്മളുടെ ഓഫീസിൽ വന്ന് നേരിട്ട് ചെയ്യാം. പറവൂര് അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊന്നുമില്ലല്ലോ. നമുക്കപ്പോ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലേക്ക് പോകാം. സൈക്കോളജി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മള് കുട്ടികളെ ഡീൽ ചെയ്യാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ മനസ്സ് നമുക്കറിയാൻ പറ്റണം, അവരുടെ ബിഹേവിയർ. അവര് ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ചില കുട്ടികളെ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സ്വഭാവത്തില് മാറ്റം അല്ലെ. ഇപ്പൊ പാരന്റ്സിന്റെ കാര്യം പറയുമ്പോ, ഇപ്പൊ ചില പാരന്റ്സിന് ഒരു കുട്ടിയായിരിക്കാം, 2 കുട്ടികളായിരിക്കാം, 3 കുട്ടികളൊക്കെ ആയിരിക്കാം, അങ്ങനെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഓരോ കുട്ടിക്കും അച്ഛനും അമ്മയുമാണ് അവര്, പാരന്റ്സ് ആണ്. ഈ പാരന്റ്സിന് ഓരോ കുട്ടിയും യുണീക്ക് ആയിട്ടുള്ള മക്കളാണ്. ഒന്നാമത്തെ കുട്ടിയെ വളർത്തിയതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയെ വളർത്താൻ പറ്റണമെന്നില്ല. കാരണം രണ്ടാമത്തെ കുഞ്ഞിന് വേറെ ക്യാരക്ടറും ബിഹേവിയറും ആയിരിക്കും. അപ്പോൾ ഓരോ കുട്ടിയാകുമ്പോഴും അച്ഛനും അമ്മയും പുതിയതായിട്ട് തന്നെ വരണം. ഓരോ കുട്ടിയുടെയും
അച്ഛനും അമ്മയും ആകണം എന്നുള്ള രീതിയിൽ, അല്ലാതെ മൂത്ത ആളെ ഇതുപോലെ വളർത്തി രണ്ടാമത്തേനെ അതേ രീതിയിൽ നമ്മൾ വളർത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പാരന്റ്സ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ അതുപോലെ ഉള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കുഞ്ഞിന്റെ സ്വഭാവവും അവരുടെ രീതികളും മനസ്സിലാക്കി വേണം അവരെ ഡീൽ ചെയ്യാൻ. അതുപോലെ അതിപ്പോ വീട്ടിലെ ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടിയുടെ കാര്യം എന്ന് വിചാരിക്കുക, 5 മക്കളുള്ളവരും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ 1ഉം 2ഉം 5ഉം അല്ല ഉള്ളത്, 20ഓ 25ഓ 30ഓ കാണാം. ചിലപ്പോ 2-3 ക്ലാസ് എടുക്കണമെങ്കിൽ അപ്പോഴും നമ്പർ കൂടുക, 60ഉം ഒക്കെ ആകും. അപ്പൊ ഈ 60 പേരുണ്ടെങ്കിൽ 60 പേരും യുണീക്ക് ആയിട്ടുള്ള കുട്ടികളാണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലെ. ഒരേ രീതിയിൽ നമുക്ക് എല്ലാരെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് മോണ്ടിസോറി മെത്തേഡില് ഗ്രൂപ്പ് ലേണിംഗ് അല്ല, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. ഓരോ കുട്ടിയെ നമ്മൾക്ക് നോക്കണം, ഓരോ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യണം. ഒന്ന് ആലോചിക്കുക, അത്രയും ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ഉള്ള ഒരു ജോലിയാണ്. ഒരു കോളേജിൽ ചെന്ന് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. കാരണം മുന്നിൽ 100 പേരുണ്ടെങ്കിലും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവില്ല. കാരണം അവിടെ നമ്മൾക്ക് ആ ഒരു ലേണിംഗ് പ്രോസസ് നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ആക്സെപ്റ്റ് ചെയ്യാൻ അവര് റെഡി ആയിരിക്കണം. ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ടാകാം, അല്ലാതെ അതിൽ കൂടുതൽ ഒരു എഫേർട്ടും നമ്മൾ വലിയ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ചെയ്യേണ്ട. ഞാൻ ഒരു 200 പേർക്കൊക്കെ ഒരുമിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട്, നമുക്കൊരു ഇതും വരില്ല. അതേസമയം കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടണം. കുഞ്ഞുങ്ങളാണെങ്കിൽ അതൊരു 50 പേരായാലും നമ്മൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ നമ്മൾക്ക് അവിടെ കോ ലേണർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോ ഫെസിലിറ്റേറ്റർ ഉണ്ടാവില്ല, എന്നതല്ല കോ ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. 1ഓ 2ഓ പേരുണ്ടാവും. അങ്ങനെ 3 പേരൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങള് ഡീൽ ചെയ്യുന്നത്. അത് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഈവൻ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളുടെ കേസ് അങ്ങനെ തന്നെയാണ്. ഹൈസ്കൂൾ പ്ലസ് ഹയർ സെക്കൻഡറി വരെ എന്ന് പറയാം. അവിടെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു കോ ലേണർ, കോ ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റിയത് 20 പേർക്ക് ഒരു ടീച്ചർ എന്നാണെങ്കിലും ഞങ്ങൾ ഒരു 20-30 പേരാണെങ്കിലും ഞങ്ങൾ 2 പേര് പോകും. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതേസമയം വലിയൊരു ഗ്രൂപ്പ് ആണെങ്കിൽ കോളേജിൽ പോയി എടുത്തിട്ടുണ്ട്, അവിടെ ഇതുപോലെ തന്നെ ഒരു 200 അത്രയും നമ്പർ പെരുമ്പാവൂരൊക്കെയുള്ള ജയഭാരത് കോളേജിലൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ടെൻഷനും വേണ്ട, വളരെ കൂളായി നിന്ന് ക്ലാസ് എടുക്കാം. മറ്റേത് ടെൻഷൻ വേണം എന്നല്ല പറയണത്, നമ്മൾ പക്ഷെ കെയർ ചെയ്യണം. നമ്മൾ അത്രയും നോക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനാണ് നമ്മൾ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യേണ്ടത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. അത് ഓർക്കുക, ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ബീയിങ് എ ടീച്ചർ ഈസ് നോട്ട് ദാറ്റ് മച്ച് ഈസി. ഒരു ടീച്ചർ ആവുക എന്നുള്ളത് അത്ര ഈസി ഉള്ള കാര്യമല്ല. ബട്ട് വൺസ് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലെസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾക്ക് മീൻസ് ടീച്ചേഴ്സിന് ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ആഗ്രഹം, പാഷൻ മനസ്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ബ്ലെസ്ഡ് തന്നെയാണ്. കാരണം അവർ ബ്ലെസ്ഡ് ആയതുകൊണ്ടാണ് അവർക്ക് ആ പാഷൻ വരുന്നത് കേട്ടോ. അല്ലാണ്ട് പാഷൻ ഉള്ളത് കൊണ്ട് ബ്ലെസ്ഡ് ആയിരുന്നില്ല. പാഷൻ വരുന്നത് കാരണം അവരെ ഇങ്ങനെ നിയോഗിച്ചേക്കുക, സമ്പടി ഒരു ഫോഴ്സ്, ഈ കുഞ്ഞുങ്ങളെ നീ നോക്കിക്കൊള്ളണം എന്നുള്ള രീതിയിൽ. സോ ആ ഒരു ജോബാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് ജോലിയായി കാണാതെ, ശരിയാണ് നമുക്കൊരു വരുമാനം വേണം, നമ്മുടെ ഉപജീവന മാർഗമാണ് അത്, ശരിയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിന് നമുക്ക് ഡീസന്റ് പേ കിട്ടുക വേണം. അതും കൂടെ ഓർക്കണം കേട്ടോ. എനിക്കിത് പാഷനാണ്, എനിക്കിത് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കൊരു ഡീസന്റ് പേ കിട്ടണം. നമ്മൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ഈസി ജോബ്. പക്ഷെ നമ്മളുടെ മുന്നിലിരിക്കുന്നത് മെഷീൻസ് അല്ല. എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് മാറ്റി വെച്ച് ശരിയാക്കാനോ അല്ലെങ്കിൽ യൂസ് ആൻഡ് ത്രോവും അല്ല നമ്മുടെ മുന്നിലിരിക്കുന്നത്. വളരെ ജീവനുള്ള പ്യുവർ സോൾസ് ആണ്. അപ്പൊ നമ്മളുടെ ഹാർട്ടും പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്യൂരിഫൈഡ് ആകണം, എന്നാലാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ പോസിറ്റീവ് ന്യൂട്രിയൻസ് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. ലവ്, കെയർ, എംപതി, കമ്പാഷൻ, അഫെക്ഷൻ, കൺസേൺ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. ആങ്കർ, സാഡ്നെസ് ഒന്നുമല്ല, നെഗറ്റീവ് ന്യൂട്രിയൻസ് ഒരിക്കലും നിറച്ചിട്ട് കുട്ടികളുടെ മുന്നിലേക്ക് പോകരുത്. സ്ട്രെസ്, ടെൻഷൻ, ഇതൊന്നും നിറച്ച് കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് പോകരുത്. അപ്പോൾ പോസിറ്റീവ് ന്യൂട്രിയൻസ് നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഫിൽ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ ബാക്ക് ടു എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഞാനൊന്ന് ഷെയർ ചെയ്യാം. റീഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ റീഡ് ചെയ്ത് തുടങ്ങി കേട്ടോ.
യൂണിറ്റ് 7. കുഴപ്പമില്ലാണ്ട് എല്ലാം ഏരിയ കവർ ചെയ്ത് സ്പീഡിൽ പോകുന്നുണ്ട്. കാരണം അപ്പോൾ എനിക്ക് കൂടുതൽ ടൈം എനിക്ക് പാർട്ട് 3 സ്പെയർ ചെയ്യാനായിട്ട് കിട്ടും തോന്നുന്നു. കാരണം പാർട്ട് 3 നമുക്ക് ഓടിച്ച് പഠിപ്പിക്കേണ്ടതൊന്നുമല്ല, നിങ്ങൾ ലീഡ് ചെയ്യേണ്ടതായിട്ട് വരും ചില സെഷൻസ്. അപ്പോൾ ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ അത് പറയും. റെഡി ആയിട്ടുള്ളവര് പ്രിപ്പയർ ചെയ്തിട്ട് വരിക, നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർ എടുക്കുന്ന പോലെയല്ല കേട്ടോ. കാരണം നിങ്ങൾ ക്ലാസ് നിങ്ങൾ ലീഡ് ചെയ്യുന്നു, ഞാനൊരു ഒബ്സർവർ ആയിട്ട് നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ എവറി ടൈം നിങ്ങളിൽ ഒരാൾ തന്നെ കേട്ടോ. അങ്ങനെ ഇരിക്കും. എന്നിട്ട് ആഡ് ചെയ്യും. കാരണം ചിലർക്ക് പക്ഷേ ചില മീൻസ് ആ ഒരു കൺവെൻഷൻ രീതി തന്നെ ഫോളോ ചെയ്യുന്ന താല്പര്യം ഉണ്ടാവും. ടീച്ചർ തന്നെ ക്ലാസ് എടുക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യും. ആഫ്റ്റർ ക്ലാസ് ഞാനിങ്ങനെ ആഡ് ചെയ്യും. പിന്നെ ഇനി അങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മളെല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആവാൻ പോകുന്നവരാണല്ലോ, പകുതി ദൂരമായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യുമ്പോൾ ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇതൊക്കെ മനസ്സിൽ നിന്ന് മാറും. എവിടെയും മുന്നോട്ട് വന്ന് സംസാരിക്കാനായിട്ട് പറ്റും. അതിനൊരു പ്ലാറ്റ്ഫോമായിട്ട് കാണണം. അപ്പൊ നമുക്ക് പാർട്ട് 3 തുടങ്ങിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പാർട്ട് 3 ഉള്ളിലൂടെ നമ്മൾ പോകണം. ഇത് ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്നെന്ന് വിചാരിച്ചു അല്ല. പാർട്ട് 3 പോകുമ്പോൾ നിങ്ങൾ ആ ഒരു മോണ്ടിസോറി സ്കൂളിലാന്നുള്ള ഒരു ഇമാജിനേഷൻ വേണം. പറയാം, മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഒരു എൻവിയോൺമെന്റിലാണ്, അതിനകത്ത് ഞാൻ ഇരിക്കുവാണ്, കുട്ടികൾ എന്റെ ചുറ്റുമുണ്ട്, പറയാം മോണ്ടിസോറിയുടെ പ്രസൻസും ഉണ്ട് എന്നൊരു ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല പോലെ അതിന്റെ തിയറിയും അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അല്ലാതെ ചുമ്മാ ഒരു PDF വായിച്ച് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മെത്തേഡ് ഒട്ടും നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര ടഫായിട്ട് തോന്നും. അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും. സോ ഷെയർ ചെയ്തില്ലല്ലേ? ഓക്കെ, ഇപ്പൊ നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ അതിനു മുമ്പ് കാര്യം പറഞ്ഞത്, നമ്മൾ ചൈൽഡ് സൈക്കോളജിയും ഡെവലപ്മെന്റൽ സൈക്കോളജിയും അറിഞ്ഞിരിക്കുവാണെങ്കിൽ ഈസി ആയിരിക്കും. ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ആയിരിക്കുന്ന ടൈമില് ആ കുഞ്ഞുങ്ങളുടെ രീതികൾ, അവരുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് അത് മനസ്സിലാക്കുക, അവരുടെ ബിഹേവിയർ മനസ്സിലാക്കുക എന്നതായിരുന്നു. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആ ജീവന്റെ തുടിപ്പ് അമ്മയുടെ വോമ്പിലാകുന്ന ആ ടൈം തുടങ്ങി മരണം വരെ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ, അതിന്റെ മാറ്റങ്ങൾ, അതിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. ഇത് അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നോ, ഞാൻ ബ്രീഫ് ചെയ്തിരുന്നു അതിനെപ്പറ്റി. ഡെവലപ്മെന്റ് സൈക്കോളജിയുടെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. കിട്ടാവുന്ന സോഴ്സസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഇപ്പൊ തന്നെ വേണമെന്നില്ല, പതുക്കെ പതുക്കെ സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി. കാരണം അത് നമുക്ക് പിന്നീട് ഫർദർ നമ്മുടെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നോട്ട് മാത്രം കാണുന്നില്ല. ഓക്കെ, നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ആരാ റീഡ് ചെയ്യാം? യെസ്, ആരില്ല, വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. വായിക്കട്ടെ മാം. നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു മിനിറ്റ്, അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഈ 1 കൊടുത്തിട്ട് ലേണറിന് കൊടുത്തിട്ടില്ലേ, അത് മാത്രം വായിച്ചാൽ മതി കേട്ടോ. The learner. The subject matter of educational psychology is knitted around the learner. Therefore, the need of knowing the learner and the techniques of knowing him well. The topics include the innate abilities and capacities of the individual differences and their measurements, the overt, covert, conscious as well as senseless behavior of the learner,
the characteristics of his growth and development, and each stage beginning from childhood to adulthood. Okay. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് സൈക്കോളജിയുടെ. അതായത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജിനെ അപ്ലൈ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഒരു അപ്ലൈഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് സൈക്കോളജിയുടെ. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ആ ഒരു നേച്ചർ അതിനെ സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 5 മെയിൻ കീ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ് ഈ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മെയിൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾ, മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ എന്തെല്ലാം ഉണ്ട്? ടീച്ചറും കുട്ടികളും സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മുടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യമുണ്ട്. അത് കൂടാതെ ഈ ഒരു പ്ലാറ്റ്ഫോം ഗൂഗിൾ മീറ്റ് ആണല്ലേ. അതായത് നമ്മൾ ലേൺ ചെയ്യുന്ന എൻവിയോൺമെന്റ്, ലേണിംഗ് എൻവിയോൺമെന്റ്, അത് ചിലപ്പോ ചിലയിടങ്ങളിൽ ഒരു ക്ലാസ് റൂം ആയിരിക്കും, ഇതുപോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിരിക്കാം. ലേണിംഗ് എൻവിയോൺമെന്റ്. ഈ ഒരു ലേണിംഗ് എൻവിയോൺമെന്റിലൂടെ നമ്മൾ 2 കൂട്ടരും എന്താണ് മനസ്സിലാക്കി പോകുന്നത്? ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമായിരിക്കും അല്ലെ. ആ ടോപ്പിക്കിനെ നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നു. അതായത് ലേണിംഗ് പ്രോസസ് ആണ് നടക്കുന്നത്. ഒരു ടോപ്പിക് പറയുന്നു, നമ്മൾ അതിനെപ്പറ്റി പല കാര്യങ്ങളും പറയുന്നു. ചിലർ അവരുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് പറയുന്നു, അല്ലെങ്കിൽ അവര് കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഇൻസിഡൻസ് അതുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ, വീട്ടിലെ, അങ്ങനെയൊക്കെ എല്ലാമായിട്ട് കണക്ട് ചെയ്ത് പറയും. അങ്ങനെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു പല കാര്യങ്ങളും. ദാറ്റ് ഇസ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഒരു കീ ഫാക്ടർ അതാണ്. അപ്പൊ ലേണർ ഉണ്ട്, അതായത് പഠിക്കുന്ന ആള്. പിന്നെ ടീച്ചർ ഉണ്ട്, വൺ ഹൂ ഈസ് ടീച്ചിങ്. പക്ഷെ ഇവര് 2 പേരും ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ലേണിംഗ് പ്രോസസ് അതിലൂടെ കടന്നു പോകുന്നു. ഈ ലേണിംഗ് പ്രോസസ് നടക്കുന്നത് ഒരു എൻവിയോൺമെന്റിലാണ്, ലേണിംഗ് എൻവിയോൺമെന്റ്. ഈ ഒരു എൻവിയോൺമെന്റിലെ ലേണിംഗ് പ്രോസസ് നടക്കുമ്പോൾ ഈ 2 കൂട്ടരും എക്സ്പീരിയൻസ് ചെയ്യുന്നു, ലേണിംഗ് എക്സ്പീരിയൻസസ് ചെയ്യുന്നു. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ള എല്ലാവരും കൂടെ ഒരു ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യാണ്. അപ്പൊ അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഒരു ബാച്ചിൽ ചെല്ലുമ്പോൾ എനിക്ക് ഈ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളും കൂടെ ചേർത്ത് എനിക്ക് അവരോട് പറയാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് ലേണിംഗ് എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചർക്കും കിട്ടുന്നുണ്ട്. നമുക്ക് ടീച്ചറെക്കാളും ഫെസിലിറ്റേറ്റർ എന്നുള്ള വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യും. വൺ ഹൂ ഈസ് ഗൈഡിങ്, വൺ ഹൂ ഈസ് ഗിവിങ് ഓൾ ദ ഫെസിലിറ്റീസ് ടു ദ ലേണർ. ലേണർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ലേണിംഗ് അല്ലെ. അപ്പൊ ഈ 5 കീ ഫാക്ടേഴ്സ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്നത്. ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഈ 5 കീ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ലിജി അതിലാദ്യം ലേണറെ പറഞ്ഞു, നമ്മളുടെ സ്റ്റുഡൻസ്, പ്യൂപ്പിൾ അല്ലെ. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈ ഒരു ലേണറെ ചുറ്റിപ്പറ്റി കൂടുതലായിട്ട് ആ ഒരു സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ലേണറാണ്. അപ്പോൾ ഈ ലേണർക്ക് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ നോളജ് പകർന്നു കൊടുക്കുവാണ് അല്ലെ. ആ നോളജ് പകർന്നു കൊടുക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലേണറെ അറിയണം, ശരിയായ രീതിയിൽ അറിയണം. ആളുടെ പ്ലസ്, മൈനസ്, സ്ട്രെങ്ത്, വീക്ക്നെസ് അല്ലെ. ഈ സൈക്കോളജിയിൽ ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് SWOT അനാലിസിസ്. SWOT. S for strength, W weakness, O opportunities, T threats. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടിക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാകും, സ്ട്രെങ്ത് ഉണ്ടാകും, പക്ഷെ അതേ സമയം ഏതെങ്കിലും വീക്ക്നെസ് ഉണ്ടാകും. അപ്പൊ അവന് കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസും നമുക്ക് നോക്കാം. പിന്നെ അവൻ ഫേസ് ചെയ്യുന്ന ത്രെറ്റ്സ്, ചലഞ്ചസ്, എന്തുകൊണ്ടാണ് അവന് ആ വീക്ക്നെസ് ഉണ്ടാകാൻ ഒരു പക്ഷെ ഈ ത്രെറ്റ് അല്ലെങ്കിൽ ആ ചലഞ്ചസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അവന് എന്താണോ അവന്റെ സ്ട്രെങ്ത് അതിനെ മോർ സ്ട്രെങ്ത് ആക്കുക.
എന്താണോ അവന്റെ വീക്ക്നെസ് അതിനെ ഏറ്റവും ലോ ആക്കുക, അതിനെ ഓവർകം ചെയ്യാനായിട്ട് അവനെ പ്രിപ്പയർ ചെയ്യുക. ഈ രീതിയിൽ കുട്ടിയുടെ എബിലിറ്റീസും കപ്പാസിറ്റീസും മനസ്സിലാക്കി വേണം നമ്മൾ അവനൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, ഇവരുടെ എബിലിറ്റീസ്, കപ്പാസിറ്റീസ് ഓരോ ഇൻഡിവിജ്വൽസിന്റെയും, പിന്നെ അവരുടെ ഡിഫറൻസസ്. പിന്നെ ചിലര് ഭയങ്കര മീൻസ് കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ഓപ്പൺ ആയിരിക്കും, ചിലർ അത്രയും ഓപ്പൺനെസ് കാണിക്കില്ല. പിന്നെ ചിലപ്പോൾ സെൻസ്ലെസ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും, ചില സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഭയങ്കര ബോധത്തോടു കൂടി അങ്ങനെയും ഉണ്ടാകും. പല രീതിയിൽ ലേണേഴ്സിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാറി പറഞ്ഞു പോകും. അപ്പൊ ഇത് കുട്ടിയുടെ ഓരോ സ്റ്റേജിലുമുള്ള ഗ്രോത്ത് അതുപോലെ തന്നെ ഡെവലപ്മെന്റ് അതിനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന കമ്പണൻസ് തന്നെയാണ്. ഈ ടീച്ചേഴ്സ് കുട്ടികളെ പറ്റി ചില സമയത്ത് അഭിപ്രായം പറയണേക്കാറില്ലേ, പുതിയ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും പ്രീവിയസ്ലി പഠിപ്പിച്ച ടീച്ചർമാരുണ്ടെങ്കിൽ അവർ പറയും കഴിഞ്ഞ വർഷത്തെക്കാളും ആള് മിടുക്കനായിട്ടുണ്ട്. ഇപ്പം എന്റെ മോന്റെ കേസ് അങ്ങനെ ടീച്ചേഴ്സ് പറയും കേട്ടോ, കാരണം അവൻ അധികം സംസാരിക്കില്ല. അപ്പൊ ഇപ്പൊ ഹൈസ്കൂളിലായി 9th ഇപ്പം അധികം സംസാരിക്കില്ല. അപ്പൊ ടീച്ചർമാര് പറയുന്നത് പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഭേദമായി, ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ആള്. ക്ലാസ്സിൽ കൊടുക്കുന്ന വർക്കുകളൊക്കെ ചെയ്യും, ഹോംവർക്ക് ഒക്കെ ചെയ്യും, ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ അതിൽ കൂടുതൽ സംസാരം ആൾക്കില്ല. പണ്ടുള്ളതിനേക്കാളും ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ലേണറുടെ ഒരു ചേഞ്ച് അതെല്ലാം ടീച്ചർ മനസ്സിലാക്കണം. അത് കുട്ടികൾ ഓരോ സ്റ്റേജിലും അവരുടെ വളർച്ചാ കാലഘട്ടങ്ങളിലെ ഓരോ സ്റ്റേജിലുമുള്ള ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് മാറുമ്പോൾ ഓരോ സ്റ്റേജിലും അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ കണക്ട് ചെയ്യുന്ന കമ്പണൻസ് ആണ്. ഈ സെക്കൻഡ് വൺ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ദ ലേണിംഗ് എക്സ്പീരിയൻസസ്. ശരി, ഓർഡർ അങ്ങനെയല്ലായിരുന്നു വരേണ്ടത്. ലേണിംഗ് പ്രോസസ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് കഴിഞ്ഞ് ലേണിംഗ് പ്രോസസ്, പിന്നെ ലേണിംഗ് എക്സ്പീരിയൻസസ്, പിന്നെ ടീച്ചർ ആയാലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, വായിച്ചോളൂ. The learning experience. Educational psychology helps in determining what learning experience are desirable at what stage of the growth and development of the learner, so that these experience can be acquired with a greater ease and satisfaction. സോ ലേണിംഗ് എക്സ്പീരിയൻസസ്, നമ്മളിപ്പോ പഠിക്കുന്ന കാര്യത്തിൽ നിന്നും കുറെ നമ്മൾ എക്സ്പീരിയൻസ്, നമ്മളുടെ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരിക്കലും സബ്ജക്ട് സ്റ്റഡിയിങ് ആവരുത്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കും. ഈ സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പൊതുവെ അവർക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടല്ലേ, ലാബ് ഉണ്ട്. അതായത് എക്സ്പെരിമെന്റ് ചെയ്ത് അവരെ തിയറി കുറച്ചുകൂടെ മനസ്സിലാക്കുക, ആ ഉദ്ദേശത്തിനാണ് ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നോക്കുമ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻസിന് അങ്ങനെ ലാബ് പോയില്ല, കമ്പ്യൂട്ടർ ലാബ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്, അങ്ങനെ അല്ലാതെ ഉള്ള ലാബില്ല. അപ്പൊ എനിക്കറിയാവുന്ന ഒരു സ്കൂളിൽ ഒരു സാറ് ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് കുട്ടികളെ പുറത്തു വിടും. അവര് പുറത്തുള്ള ഷോപ്പുകളിലൊക്കെ പോയിട്ട് എങ്ങനെയാണ് അവിടെ ബിസിനസ്, ഒരു ദിവസം എങ്ങനെ എത്ര കസ്റ്റമേഴ്സ് വരും, അങ്ങനെയുള്ള സെയിൽസും അതിന്റെ കാര്യങ്ങളും മാർക്കറ്റിംഗ് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിച്ച് കുട്ടികൾ തന്നെ പോയി ചോദിച്ച് അറിഞ്ഞു വരും. അപ്പൊ അതൊക്കെ ഓരോ ടീച്ചേഴ്സിന്റെ രീതി. അപ്പൊ അവര് എക്സ്പീരിയൻസിലൂടെ പഠിക്കണം എന്ന ആ സാറിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് സാറ് അങ്ങനെ കുട്ടികൾ ചെയ്യുന്നത്. അപ്പൊ ലേണിംഗ് പ്രോസസ്, നമ്മുടെ ലേണിംഗ് നടക്കുന്നത് ത്രൂ എക്സ്പീരിയൻസ് ആയിരിക്കണം. അതാണ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഡിസൈറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഓരോ ഏജിനനുസരിച്ചിട്ടോ. ഇപ്പം നമുക്ക് ചെറിയ കുട്ടികളെ ഇപ്പം നമുക്ക് അവർക്ക് ചൂടും തണുപ്പും പഠിപ്പിക്കണം. നമുക്കൊരു ബോട്ടിലില് നല്ല ഐസ് വാട്ടർ എടുത്തുകൊണ്ട് പോവാം, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിലില്. അതുപോലെ ഒരു ഭയങ്കര പൊള്ളുന്ന ചൂടല്ല, ജസ്റ്റ് ബോട്ടിൽ തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ലൂക്ക് വാം വാട്ടർ കൊണ്ടുപോകും. അപ്പൊ കുട്ടികൾക്ക് തൊടുമ്പോ ചൂട് ഏതാണ് തണുപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാവും അല്ലെ. ഐസ് ക്യൂബ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു തണുപ്പ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അല്ലെ, അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ സ്മൂത്ത് റഫ്, നമ്മൾ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു, ആൽഫബറ്റ്സും അതുപോലെ തന്നെ നമ്പേഴ്സും സാൻഡ് പേപ്പർ വെച്ചിട്ട് നിങ്ങളത് ചെയ്തില്ലേ? ഓക്കെ, ഇത് തന്നെ നമുക്ക്
ടാബ്ലറ്റ്സ് ഉണ്ടാക്കാം. ഇതുപോലെ ഡിഫറെന്റ് ടെക്സ്ചറിലുള്ള സാൻഡ് പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് പല പല ടെക്സ്ചർ ആയിരിക്കും. അങ്ങനെയും കുട്ടികളെ ഇതൊക്കെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുമ്പം കുറച്ചുകൂടെ അവരുടെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം ഫ്രം ദ ബിഗിനിങ്. ആ ഒരു താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങി പോകുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം. അപ്പോൾ ഈ ഹയർ ക്ലാസ്സുകളിലേക്ക് നമ്മൾ ചില കോഴ്സുകളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് അവിടെ മുഴുവനും ഫീൽഡ് വർക്കുകളും പ്രോജക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം എല്ലാം കുട്ടികൾ എക്സ്പീരിയൻസിൽ കൂടെ പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പ്രോജക്റ്റും ഇതുപോലെ തന്നെ ഫീൽഡ് വർക്കുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ക്ലാസ് റൂമിൽ ഒതുങ്ങി തിയറി മാത്രം പഠിക്കുക എന്നുള്ളതല്ല. അവർ പുറത്തിറങ്ങി പ്രത്യേകിച്ച് സോഷ്യൽ വർക്ക്, സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കെന്ന് വെച്ചാൽ അവർക്ക് പ്രധാനമായിട്ടും ഫീൽഡ് വർക്കുകളായിരിക്കും കൂടുതലുണ്ടാവുക. അവർ പല ഏരിയ വിസിറ്റ് ചെയ്ത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കുക, അങ്ങനെ പല പല കാര്യങ്ങൾ അവരുടെ ഉണ്ടാവും. അപ്പൊ ലേണിംഗ് എക്സ്പീരിയൻസസ് നമ്മൾ പറഞ്ഞു. എക്സ്പീരിയൻസ് കാരണം അവർക്ക് ഈ വളരെ ഈസി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ലേണിംഗ് പ്രോസസ്. അത് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോ? Learning process. After knowing the learner and deciding what learning experience are to be provided, educational psychology move on the law, principles and theories of learning. Other items in the learning process are remembering and forgetting, perceiving, concept formation, thinking and reasoning, problem solving, transfer of learning, ways and means of efficient learning. ലേണിംഗ് പ്രോസസ്. ലേണറെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് ആ ഒരു ലേണർ നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടി അല്ലെ, ആ കുട്ടിയെ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് കടക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലേണിംഗ് പ്രോസസ് ആദ്യം വന്നിട്ട് ലേണിംഗ് എക്സ്പീരിയൻസ് രണ്ടാമതാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാര്യം മനസ്സിലാകും. നമ്മൾ ആ കൊടുക്കുന്ന നമ്മുടെ ലേണിംഗ് മെത്തേഡ്, അതാണ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. പല ലോസ്, തിയറീസ്, പ്രിൻസിപ്പിൾസ് ഇതെല്ലാം ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ വരും. പിന്നെ ലേണിംഗ് പ്രോസസ് അതുപോലെ തന്നെ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, എല്ലാ ഒരു ലേണിങ്ങിലും വരുന്നതാണ് റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ തന്നെ ആലോചിച്ചു, ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട്, അതായത് നമ്മൾ ഓർക്കണ്ട ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടും വരും അല്ലേ. എക്സാമ്പിൾ എന്താ പറയാ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കില് നമ്മൾ കാണാതെ പഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ബാറ്റിൽ നടന്ന ഒരു വർഷം, അപ്പൊ നമ്മൾ എന്തെങ്കിലും കോഡ് വേർഡ് ഇയർ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ നമ്മളുടെ ഏതെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു ഇയർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ലേ. അപ്പൊ ആ ഒരു റിമെമ്പറിങ്, പിന്നെ അതിന്റെ ആവശ്യമില്ലാത്തതാണ് നമ്മൾക്ക് മറന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ്, ഇതെല്ലാം ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾക്ക് വേണം, ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ പഠിക്കും. പിന്നെ കൺസെപ്റ്റ് ഫോർമേഷൻ, ചില കാര്യങ്ങളിലെ കൺസെപ്റ്റ്. പിന്നെ തിങ്കിങ് ആൻഡ് റീസണിങ്, ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിനെ ആലോചിക്കും, അതിനെ അനലൈസ് ചെയ്യും, റീസണിങ് ചെയ്യും, അതിനെ സോൾവ് ചെയ്ത് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു കാര്യം ഇൻഫർമേഷൻ കിട്ടി, അതിനെ അനലൈസ് ചെയ്തു, നമ്മളതിനെ മനസ്സിലാക്കി, അത് നമ്മൾ നല്ലതുപോലെ ലേൺ ചെയ്തു, നമുക്കതൊരു നോളജായി. ഒരു നോളജ് ആയി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? നമ്മൾക്ക് കിട്ടിയ നോളജ് മറ്റുള്ളവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സോ അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ. അതാണ് ശരിക്കും ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത്. നമുക്ക് ബുദ്ധിയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, അറിവുണ്ട്, പക്ഷെ അത് നമ്മൾ വേറൊരാൾക്ക് പകർന്നു കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് പ്രോസസ് കംപ്ലീറ്റ് അല്ല. സോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. എഫിഷ്യന്റ് ലേണിങ്ങിന് സ്വീകരിക്കുന്ന മെത്തേഡ്സ്, വേസ് ആൻഡ് മീൻസ് ഓഫ് എഫിഷ്യന്റ് ലേണിംഗ്. ചില ടീച്ചർമാര് പഠിപ്പിക്കാനായിട്ട് അവർ ചിലപ്പോൾ ഔട്ട്സൈഡ് പോകും. ലൈക്ക്
ഇപ്പൊ നമ്മളുടെ തന്നെ ട്രെയിനീസ് ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ നല്ല തണൽ വൃക്ഷങ്ങളൊക്കെയുള്ള സ്കൂളായിരുന്നു, നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചറോട് ചോദിച്ചു, ഞാൻ കുട്ടികളെ മരത്തിന്റെ ചുവട്ടിലിരുത്തി പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ദാറ്റ് ഇസ് ആ ഒരു എഫിഷ്യന്റ് ലേണിങ്ങിനുള്ള മെത്തേഡ്, അതും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, അതും ലേണിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ്, ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ്, അതായത് ക്ലാസ് റൂം അല്ലെങ്കിൽ നമ്മളുടെ പോലുള്ള വിർച്വൽ പ്ലാറ്റ്ഫോംസ് ഏത് തന്നെയായാലും. സ്റ്റഡി ടൂർ ഒക്കെ പോകില്ലേ ചില സമയത്ത്, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് ആണ് നെക്സ്റ്റ്. അതാരെങ്കിലും വായിച്ചോളൂ പ്ലീസ്. Learning situation or environment. Here we deal with the environmental factors and learning situation which come in the middle between the learner and the teacher. Topics like classroom, climate and group dynamic, techniques and aids that facilitate learning and evaluation, techniques and practice, guidance and counseling, etc. for the smooth functioning of the teaching learning process. ലേണിംഗ് സിറ്റുവേഷൻ ഓർ എൻവയോൺമെന്റ് നമ്മുടെ ക്ലാസ് റൂം അല്ലെങ്കിൽ ഇതുപോലുള്ള ഗൂഗിൾ മീറ്റ്, സൂം പോലുള്ള വെർച്വൽ പ്ലാറ്റ്ഫോംസ്, വേറെ ഏതെങ്കിലും സെറ്റിംഗ്സ് ആണെങ്കിൽ അത്. ഇവിടെ നമ്മൾക്ക് നമ്മൾ കുട്ടികൾ നമ്മുടെ മുന്നിൽ വരുന്നു, ലേണറും ടീച്ചറുമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്, അല്ലാതെ വേറെ എക്സ്റ്റേണൽ കാര്യങ്ങളോ കാര്യമായിട്ട് വരില്ല. ഒരു കുട്ടികളുടെയും ടീച്ചറുടെയും ഇടയ്ക്കുള്ള ഒരു ഇതാണ് ലേണിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്. ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ക്ലാസ് റൂമില്. ഒരു ടീച്ചർക്ക് കുട്ടികളെ അവരായി തന്നെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികൾക്ക് ടീച്ചർ ഒരു റോൾ മോഡൽ ആയിരിക്കണം, ഒരു ഡേറ്റ കോച്ച് ആയിരിക്കണം. എന്ത് ചോദിച്ചാലും അതിന് വ്യക്തമായ മറുപടി കൊടുക്കുന്ന ഒരു ഡേറ്റ കോച്ച്, ആ ഒരു രീതിയിലുള്ള ആളായിരിക്കണം. ആ ക്ലാസ് റൂം മാനേജ് ചെയ്യുന്ന ഒരാളാണ് ആ ഒരു ടീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ പല ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് നടക്കും, പിന്നെ പല രീതിയിലുള്ള ടെക്നിക്സ്, എയ്ഡ്സ്, ഇതെല്ലാം ഓരോ ടൂൾസും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് നടക്കും. ലേണിംഗ് മാത്രമല്ല, ഇവാലുവേഷനും നടക്കും അല്ലെ. പിന്നെ ഗൈഡൻസ്, കൗൺസിലിംഗ്, ചില സമയത്ത് കുട്ടികളുടെ പേഴ്സണൽ പ്രോബ്ലംസ് അത് ടീച്ചറോട് കുട്ടികൾ ഷെയർ ചെയ്യും. ആ ഒരു അടുപ്പം ടീച്ചറായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ ഗൈഡ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു കൗൺസിലിംഗ് പോലെ, അങ്ങനെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്, ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം പ്രോസസ്സ് ആ ഒരു സിറ്റുവേഷനിൽ വേണം, അതെല്ലാം അവിടെ നടക്കും. നെക്സ്റ്റ്, ആ ഒരു പൊട്ടൻറ്റ് ഫോഴ്സിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ദ ടീച്ചർ. അത് റീഡ് ചെയ്തോളൂ. The teacher is a potent force in any scheme of teaching and learning process. It discusses the role of the teacher to indicate the need of knowing himself for a teacher to play his role properly in the process of education. His conflict, motivation, anxiety, adjustment, level of role, etc. It throws light on the essential personality traits, interest, aptitudes, the characteristics of effective teaching, etc. so as to inspire him to become a successful teacher. സോ ദ ടീച്ചർ, ദ ഫെസിലിറ്റേറ്റർ അല്ലെ, ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് ആണ്. കാരണം ആ ഒരു ടീച്ചറെ ആണ് ഈ കുട്ടികളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. സോ ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഇൻഫർമേഷൻസ് ആണെങ്കിലും ഒരു ഗൈഡൻസ് ആണെങ്കിലും, അതെല്ലാം വളരെ വാല്യുബിൾ ആയിരിക്കും. ആ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് വളരെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഒരു ടീച്ചറിൽ നിന്ന് വരുന്നത്. ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, അതിന്റെ ഒരു പൊട്ടൻറ്റ് ഫോഴ്സ് തന്നെയാണ് ടീച്ചർ. ടീച്ചറുടെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചർക്ക് സെൽഫ് ഒരു അനാലിസിസ്, സെൽഫായിട്ട് അവനവനെ തന്നെ ടീച്ചർ ആദ്യം മനസ്സിലാക്കണം. നോയിങ് ദംസെൽസ്, അവരെ തന്നെ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് ആ റോള് പ്രോപ്പർലി ആയിട്ട് ഞാൻ എന്താണ്, ഞാൻ എവിടെയൊക്കെ മാറേണ്ടതുണ്ടോ, അങ്ങനെ ഒരു സെൽഫ് അനാലിസിസ്,
സെൽഫ് ക്രിട്ടിസൈസസ്, സെൽഫ് ജഡ്ജ്മെന്റ്. ഇതായിരിക്കണം ഒരു ടീച്ചർ. മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ അല്ല പോകേണ്ടത്. അവനവനെ തന്നെ അനലൈസ് ചെയ്യണം. ഞാൻ എവിടെയെങ്കിലും കറക്റ്റ് ആവേണ്ടതുണ്ടോ, ഞാൻ ഈ കുട്ടികൾക്ക് എങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അത് വരുന്ന ഓരോ കുട്ടികളും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്തതിന്റെ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ, ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇതെല്ലാം സെൽഫ് അനാലിസിസ് നടത്തണം ടീച്ചർ. അങ്ങനെ ഒരാളായിരിക്കണം. ആ ഒരു അവനവനെ തന്നെ നല്ലപോലെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ആ ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പല പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ആ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കാം, ആങ്സൈറ്റി ഉണ്ടാവാം, അഡ്ജസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ കുട്ടികൾക്ക് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എഫക്റ്റീവ് ടീച്ചിങ്. അത് ആക്കി മാറ്റുക. മോട്ടിവേഷൻ, അതുപോലെ തന്നെ ലെവൽ ഓഫ് ഗോൾ എക്സെട്ര, പല പല കാര്യങ്ങളുണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എസെൻഷ്യൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ ഈ ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ടീച്ചർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പല കാര്യങ്ങളിലും അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കണം. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കാം, പക്ഷെ ആ ടീച്ചർക്ക് ഒരു പക്ഷെ ആർട്ടിൽ താല്പര്യമുള്ള ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് അതൊരു ആർട്ടിസ്റ്റിക് വേയിൽ ടീച്ചറുടെ ലെസൺസ് കൊടുക്കാം. പൊതുവെ പറയുന്നുണ്ട് മാത്സ് ടീച്ചേഴ്സിന് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് പലപ്പോഴും ചെയ്യാനായിട്ട് മെജോറിറ്റി മാത്സ് ടീച്ചേഴ്സിന് പറ്റാറില്ല. അവരെപ്പോഴും അവരുടെ ആ ഒരു സബ്ജക്റ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതർ സബ്ജക്ട്സ് എടുക്കുന്ന ടീച്ചേഴ്സിന് കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്ത് ടോപ്പിക്സ് എടുക്കാൻ പറ്റുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഒരു സർവേയുടെ ഒരു റിസൾട്ടാണ് മാത്സ് ടീച്ചർമാര്. അതുകൊണ്ടാണ് കുട്ടികൾ മാത്സ് അത്ര ഇഷ്ടപ്പെടാത്തതും അങ്ങനെ രീതിയിൽ വരുന്നത്. അപ്പോൾ മാത്സ് എടുക്കുന്ന ടീച്ചർമാര് പൊതുവെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അവര് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് സംസാരിക്കാൻ അറിയില്ല, അവർക്ക് ആ ഒരു കഴിവില്ല. അവര് മാത്സ് എന്നുള്ള അതിലേക്ക് ചുരുങ്ങി പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. സൈക്കോളജിസ്റ്റുകളുടെ ഒരു അനാലിസിസും സർവേയുടെ റിസൾട്ടും ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ് എടുക്കാനായിട്ട് പറ്റണം. കുട്ടികളെ ഇൻസ്പയർ ചെയ്യണം. അതുപോലെ തന്നെ വരുന്ന എല്ലാ ഫാക്ടേഴ്സും ഈ ടീച്ചറിനെ ഇൻസ്പയർ ചെയ്യണം ഒരു സക്സസ്ഫുൾ ടീച്ചറായിട്ട് മാറാൻ. എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് ക്ലാസ്സിൽ നിന്ന് പോകുക എന്നുള്ളതല്ല. ജസ്റ്റ് ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ ടീച്ചർക്കും ഒരു സന്തോഷം ഫീൽ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം അതിനേക്കാൾ കൂടുതൽ ഒരു ഹാപ്പിനെസ് കുട്ടികളിലും ഉണ്ടാകണം. ആ ഒരു പ്ലസന്റ്, ആ ഒരു ക്ലൈമറ്റ് ആയിരിക്കണം ആ ഒരു ക്ലാസ് റൂമിൽ. അല്ലാതെ ഒരു മുഷിഞ്ഞ് ടീച്ചർ പോകുമ്പോഴേ മടുത്തിട്ട് പോകുന്ന പോലെയോ കുട്ടികളും ഇനി ക്ലാസ്സിൽ കയറേണ്ട ആ ഒരു രീതിയിൽ ആയി പോരുത് ഒരിക്കലും ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം ഒരു ടീച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആ 5 കീ ഫാക്ടേഴ്സിനെ പറ്റി പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 കീ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ലേണർ, ടീച്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ, അവര് രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്ന ലേണിംഗ് എൻവിയോൺമെന്റ്, ക്ലാസ് ആയിരിക്കാം അല്ലെങ്കിൽ ലേണിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സെറ്റിംഗ്സ്, അതിലൂടെ അവർ രണ്ടുപേരും കടന്നു പോകുന്ന ലേണിംഗ് പ്രോസസ്. ഈ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ലേണിംഗ് എക്സ്പീരിയൻസസ്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ഒരു നേച്ചർ, അതിന്റെ 5 കീ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കീ ഫാക്ടേഴ്സ് കൂടാതെ പല കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടീച്ചർ യെസ് പ്ലീസ്. Thank you, Jim, for your hard work in the class. Okay, everyone, that's all for today. Have a nice day, and we will see you the next class. Thank you. Thank you.